ഹായ് ഫ്രണ്ട്സ്, നോമ്പ് കാലത്തൊക്കെ ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്ത് വരുന്നവരാണ്. എന്നാൽ നോമ്പ് തുറക്കാനായിട്ട് പലർക്കും സ്പോട്ട് കിട്ടാറില്ല. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കും ഒരുപാട് യാത്രക്കാർക്കൊക്കെ പറ്റിയ ഒരു സ്പോട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതും ഒരുപാട് സ്പേസസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്തൊക്കെ അല്ലേ? കമാൺ ഗൈസ്. ഏകദേശം 800 പേർക്കുള്ള നോമ്പുറന്റെ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ഈ ഒരു പള്ളിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഇവർ ഈ ഒരു നോമ്പുറ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. റമദാൻ 1 മുതൽ ഇവരിവിടെ നോമ്പുറന്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മളിവിടെ എത്തിയ സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ നോമ്പുറന്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. നമ്മളൊക്കെ കുറച്ച് നേരത്തെ പോവുകയാണെങ്കിൽ ഈ ഒരു പരിപാടിയിൽ നമുക്കും പങ്കുചേരാവുന്നതാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് വന്നിട്ട് ആരും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അലഞ്ഞിരുന്ന് നടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് തന്നെ. എന്ന് വെച്ചിട്ട് അത്യാവശ്യക്കാർക്കും പാവപ്പെട്ടവർക്കും യാത്രക്കാർക്കും കൂടി കിട്ടുന്ന ഇല്ലാണ്ടാക്കരുത് കേട്ടോ. ഇവിടെ പോയിട്ട് ഇതിനായിട്ട് അർഹതപ്പെട്ട ആൾക്കാർ മാത്രം ഇവിടേക്ക് പോയാൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലത്തെ ഒരുപാട് പള്ളികളൊക്കെ ഉണ്ടാവില്ലേ? ഉള്ളവരൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോനെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അത് ബാക്കിയുള്ളവർക്ക് എത്രയോ ഉപകാരമാവും. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സേവ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം മറക്കരുത്. അങ്ങനെ ഇക്കൊല്ലത്തെ റമദാൻ മാസത്തിലെ 3ാമത്തെ നോമ്പ് നമ്മൾ നല്ല റാഹത്തായിട്ട് നോമ്പൊക്കെ തുറന്ന് നിസ്കരിച്ചിട്ടാട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പൊ ഈ ഒരു സ്പോട്ട് നമ്മുടെ കോഴിക്കോട് എറണിപ്പാലത്ത് നിന്നും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പോകണം മിനി ബൈപ്പാസ് റോഡിലാണ് ഈ ഒരു പീസ് ഗ്രൂപ്പിന്റെ പള്ളി വരുന്നത്. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.